ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ക്വാറിക്കുള്ള അനുമതി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നെന്ന് നഗരസഭാ മുൻ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിശോധിച്ചു. വാർഡിലെ കൗൺസിലർ ഉൾപ്പെടെയുള്ള 3 അംഗ സമിതി പരിശോധിച്ച് ക്വാറി ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം കൗൺസിൽ അനുമതി നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് അനുമതി നൽകേണ്ടതില്ലെന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചതെന്നും എം കെ ജയപ്രകാശ് പറഞ്ഞു. കണയം മണ്ണാരമ്പാറയിൽ പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ കരിങ്കൽ ക്വാറിക്കുള്ള അനുമതി ഷൊർണൂർ നഗരസഭയുടെ കൌൺസില് 30/3/2023 നൽകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കേണ്ട സാഹചര്യം പ്രദേശവാസികളുടെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം പാരിസ്ഥിതികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങളെല്ലാം നഗരസഭാ കൌൺസിൽ വിശദമായി പരിശോധിച്ചു. അതിനു മുമ്പ് 9/1/23 ആ വാർഡിലെ കൌൺസിലർ സിനി മനോജ്, അതുപോലെ തന്നെ ടി കെ ബഷീർ കൌൺസിലർ, ഞാൻ ഉൾപ്പെടുന്ന 3 അംഗ ഉപസമിതി ക്വാറിയുമായി ബന്ധപ്പെട്ട് ചർച്ചകളെല്ലാം നടത്തി. അവിടേക്കുള്ള റോഡിന്റെ മെയിന്റനൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ക്വാറി വരികയാണെങ്കിൽ കമ്പനി ചെയ്യേണ്ടതാണ് എന്ന നിലയാണ് സ്വീകരിച്ചത്. ഈ 9/1/23 ചേർന്ന ഉപസമിതിക്ക് ശേഷം സ്ഥിതിഗതികൾ കുറെ കൂടി രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠേനയാണ് അനുമതി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പിന്നീട് ക്വാറിയുടെ ഉടമസ്ഥർ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്വാറി ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതവുമായിട്ടുള്ള ചില നീക്കങ്ങളാണ് അതിന് പിന്നിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ക്വാറി മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വിശദമായി പഠിക്കുകയും അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കൌൺസിൽ ഇത്തരത്തിൽ ഐക്യകണ്ഠേന അനുമതി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്ന വിവരം അടിവരയിട്ട് അറിയിക്കുകയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.